CJP പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി. അന്വേഷണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിൽ ലോക്സഭയിൽ 6 മണിക്കൂർ ചർച്ച. കോട്ടയത്തെ നവജാത ശിശുക്കളുടെ കച്ചവട പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം. പാലാ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം. 2 പേർ പോലീസ് കസ്റ്റഡിയിൽ. ലഹരി കേസിൽ പിടിയിലായ അധ്യാപികമാർക്ക് പിന്നിൽ വൻ ശൃംഖലയെന്ന് സൂചന. കാവ്യയും കീർത്തനയും ചേർന്ന് നടത്തിയ സ്ഥാപനം വഴിയും ലഹരി ഇടപാടെന്ന സംശയം. വിദ്യാർത്ഥികൾക്കും മയക്കുമരുന്ന് നൽകിയെന്ന് സൂചന. കുണ്ടറ കസ്റ്റഡി മർദ്ദനത്തിൽ പോലീസ് വാദം പൊളിയുന്നു. മരിച്ച സിയാദിനെ പോലീസ് മർദ്ദിച്ചെന്ന് പരാതിക്കാരിയായ പെൺകുട്ടി. മർദ്ദിച്ചത് കുണ്ടറ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ശ്രീജിത്ത്. സിയാദിനെ മർദ്ദിക്കുമ്പോൾ താനും ജീപ്പിൽ ഉണ്ടായിരുന്നുവെന്നും പെൺകുട്ടി. മർദ്ദന കേസ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക്. CJP വിവാദത്തിൽ വിശദീകരണവുമായി പേളി മാണി. വീട്ടിൽ പോകണമെന്ന് ഉദ്ദേശിച്ചത് സമരം അവസാനിപ്പിക്കാനല്ല, ജീവൻ അപകടത്തിലാക്കുന്നു സാഹചര്യമാണെങ്കിൽ സുരക്ഷിതരാകണമെന്നാണ് ഉദ്ദേശിച്ചതെന്നും പേളി. എല്ലാ പാർട്ടിയോടും ഇഷ്ടമാണെന്നും താരം. മേക്കപ്പ് ആർട്ടിസ്റ്റ് ജോൺ മണിക്കെതിരെ കേസ്. നടപടി പ്രധാനമന്ത്രിയെ അവഹേളിച്ചെന്ന പരാതിയിൽ. പരാതി നൽകിയത് മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ്. ശ്വേതാമേനോന് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് രമേശ് പിഷാരടി. തന്നെ പ്രതിയാക്കി അപകീർത്തിപ്പെടുത്തുകയായിരുന്നു ഉദ്ദേശമെന്നും പിഷാരടി. അമ്മയുടെ മിനിറ്റ്സ് ബുക്ക് അടക്കം രേഖകൾ ഒന്നും അഡ്ഹോക് കമ്മിറ്റിക്ക് കൈമാറിയില്ലെന്നും കോടതിയിൽ. ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ അൻസിബ ഹസൻ ഹൈക്കോടതിയിലേക്ക്. സാബു എം ജേക്കബിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് 2020 വിട്ട അഖിൽ മാരാർ. കൊട്ടാരക്കര സീറ്റ് വാഗ്ദാനം ചെയ്ത് വഞ്ചിച്ചു. തെരഞ്ഞെടുപ്പിൽ BJP നൽകിയ പണം സാബു ഉപയോഗിച്ചിട്ടില്ലെന്നും അഖിൽ മാരാർ. 20 ലക്ഷം രൂപയുടെ ബൈക്ക് വിറ്റാണ് മത്സരിച്ചതെന്നും അഖിൽ. നിർമ്മാണ സാമഗ്രികളുടെ കയറ്റുമതി നിയന്ത്രണത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് കേരള മുഖ്യമന്ത്രിയുടെ കത്ത്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യം പരിഗണിക്കണമെന്ന കത്തിൽ. NH പദ്ധതികളുടെ സമയബന്ധിതമായ നടത്തിപ്പിനെ ബാധിക്കുമെന്നും വ്യക്തിപരമായ ഇടപെടൽ വേണമെന്നും വിജയിയോട് VD സതീശൻ. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കണക്കുകൾ സൂക്ഷിക്കാൻ ഒന്നും ചെയ്യുന്നില്ല, വിശദ വിവരങ്ങൾ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയെന്നും കോടതി. വരവ് ചെലവ് കണക്ക് സംബന്ധിച്ച കേന്ദ്രീകൃത സംവിധാനം കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കണമെന്നും കോടതി. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇല്ലാതാക്കിയതിൽ സേനയിൽ ഒരു വിഭാഗത്തിന്റെ അതൃപ്തി. ഗ്രേഡ് SI ഉൾപ്പെടെയുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നതാണ് പുനഃസംഘടനയെന്ന് ആരോപണം. പോലീസ് സ്റ്റേഷനുകളിൽ വലിയ വേർതിരിവ് കാരണമാകുന്നുവെന്നും വിമർശനം. അസോസിയേഷൻ പിരിച്ചുവിട്ടതിൽ ഒരു ആക്ഷേപവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി. സംസ്ഥാന ഘടകത്തെ രൂക്ഷമായി വിമർശിച്ച് CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട്. നേതാക്കളുടെ പൊതുവേദിയിലെ സംസാരങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം വായിച്ചത് തെറ്റ്. വെള്ളാപ്പള്ളിയെ ഉചിതമായി തള്ളിപ്പറഞ്ഞില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്നും കേന്ദ്ര കമ്മിറ്റി. KK ശൈലജയെ മണ്ഡലം മാറ്റിയതിലും വിമർശനം. ഇറാൻ അഭ്യർത്ഥിച്ചതിനാലാണ് സമാധാന ചർച്ചകൾ പുനരാരംഭിച്ചതെന്ന് ട്രംപ്. വൈകിയ വനാക്രമണമെന്ന് മുന്നറിയിപ്പ്. യാചന തങ്ങളുടെ രക്തത്തിൽ ഇല്ലെന്ന് ഇറാന്റെ മറുപടി. നെതന്യാഹു ഇന്ന് വൈറ്റ് ഹൌസിൽ. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദും കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകളും ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം. യൂറോപ്പിനെ വിഴുങ്ങി കാട്ടുതീ. ഫ്രാൻസിലെ പ്രധാന നഗരമായ ബോർഡോയ്ക്ക് 15 കിലോമീറ്റർ അകലെ തീയെത്തി. ഫ്രാൻസിൽ നശിച്ചത് 98,000 ഹെക്ടർ വനഭൂമി. സ്പെയിനിൽ 1.3 ലക്ഷം ഹെക്ടർ ഒഴിപ്പിച്ചത് 3.5 ലക്ഷം പേരെ.